സോ അടുത്ത ഏരിയ ആണ് ഫിനാൻഷ്യൽ ലാബിലിറ്റി. എന്താണ് ഫിനാൻഷ്യൽ ലാബിലിറ്റി? ഒരു ക്യാഷ് നമുക്ക് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലാബിലിറ്റി നമ്മൾ രണ്ട് തരത്തിൽ, നമുക്ക് മൂന്ന് തരത്തിൽ ആക്ച്വലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറ്. മെയിനായിട്ട് രണ്ട് തരത്തിലാണ്. ഓക്കെ, ഫെയർ വാല്യൂ ത്രൂ OCI അങ്ങനെ ഉണ്ടാവാറില്ല. അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡും ഫെയർ വാല്യൂ ത്രൂ P&L. ഇതിൽ FRൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആണ് എന്ന് മനസ്സിലാക്കാം. സോ അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനീഷ്യൽ വാല്യൂ പ്ലസ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഓക്കെ ആണോ? ഇവിടെ നമ്മളാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് വരാനുള്ള കാരണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, ലെറ്റ്സ് ഡു ദിസ്. സോ ഒവിഡോ കമ്പനി ഇഷ്യൂഡ്, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഷോ ഹൗ ദ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വിൽ അക്രൂ ഓവർ 3 years ആൻഡ് പ്രിപ്പയർ സമ്മറി ആണ് ചോദിച്ചേക്കുന്നത്. ഒവിഡോ കമ്പനി ഇഷ്യൂഡ് 10 million 5% ലോൺസ്. സോ 5% ആണ് ഇവിടുത്തെ എന്താന്ന് പറയുന്നത് നോമിനൽ. 10 million ആണ് നോമിനൽ വാല്യൂ, 5% ആണ് ഇവിടുത്തെ നോമിനൽ ഇൻട്രസ്റ്റ് ഓൺ 1st January 2001, incurring 200K on issue cost. These loan notes are repayable at a premium of 1 million. 10 million അപ്പോൾ എത്രയായിട്ട് കൊടുക്കണം? 11 million ആയിട്ടാണ് റീപേ ചെയ്യേണ്ടത്. The effective interest rate is 8.85%. സോ ഇതെങ്ങനെ ചെയ്യാം? ഓർമ്മയില്ലേ? ഇനീഷ്യൽ വാല്യൂ, അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു? ആഡ് എഫക്റ്റീവ് ഇൻട്രസ്റ്റ്, എന്ത് ലെസ് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് പെയ്ഡ്. സോ ഓപ്പണിംഗ് നമ്മളിത് എത്ര രൂപയ്ക്ക് മേടിച്ചേ? 10 million ആണ്. സോ 10,000. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് എത്രയാണ്? എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഈസ് 8.85%. സോ 10,000 into 8%. ആൻഡ് ഇഷ്യൂ കോസ്റ്റ് ഉണ്ട്. ഇഷ്യൂ കോസ്റ്റ് ഇത് അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഇഷ്യൂ കോസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കൊടുക്കണം. ലാബിലിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആൻഡ് ലെസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് മക്കളെ. എത്രയാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് വരാമെന്ന് കണ്ടുപിടിച്ചേ? എത്രയാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് വരിക? ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാണ്? ഇതിന്റെ നോമിനൽ വാല്യൂ എത്രയാ? നോമിനൽ വാല്യൂയും പർച്ചേസ് വാല്യൂ ഇവിടെ സെയിം ആയതുകൊണ്ട് ഞാൻ സെയിം എടുക്കാം. 10 million. എത്രയാണ് നമ്മുടെ ഇത്? 5% ആണ്. സോ ഈക്വൽ ടു മൈനസ് 10,000 ഇൻറ്റു 5%. സോ 500 വരും. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്ര വരും ഫസ്റ്റ് ഇയറിൽ? ക്ലോസിംഗ് ബാലൻസ് ഫസ്റ്റ് ഇയറിൽ ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ 9,800 കൂടെ 867 കുറച്ച് മൈനസ് 500 ചെയ്താൽ 10,167 വരും. സെക്കൻഡ് ഇയറിൽ ഓപ്പണിംഗ് ഏതായിരിക്കും? ഇതായിരിക്കും സെക്കൻഡ് ഇയറിന്റെ ഓപ്പണിംഗ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. ദെൻ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 8.85% വരും. ആൻഡ് ഇത് സെയിം തന്നെ ആയിരിക്കും. ആൻഡ് ക്ലോസിംഗ് ബാലൻസ് എത്രയാവും? 10,567 ആവും. തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ഏത് വരും? 10,567 വരും. അതിന്റെ പുറത്ത് 8.85% ഇൻട്രസ്റ്റ് വരുന്നു. ആൻഡ് ഇത് സെയിം തന്നെ ആയിരിക്കും. ക്ലോസിംഗ് ബാലൻസ് വിൽ ബി ആക്ച്വലി 11,000 എത്തണം. യെസ്, 11,000 എത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ 11,000 പേ ചെയ്യാനല്ലേ പറഞ്ഞത്? 10 million പ്ലസ് 1 million 11,000 ആണ്. സോ 11,000 പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലാബിലിറ്റി 0 ആവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ദിസ് ഈസ് അമോർട്ടൈസർ മെത്തേഡ്. ഇനി പ്രിഫറൻസ് ഷെയറുകളുണ്ട്. പ്രിഫറൻസ് ഷെയറുകൾ റിഡീമബിളും ഉണ്ട്, ഇറഡീമബിളും ഉണ്ട്. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറുകൾ നോർമലി പ്രിഫറൻസ് ഷെയറിന് ഒരു പേയ്മെന്റും കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ, എങ്കിൽ പേയ്മെന്റ് തോന്നും. ഇക്വിറ്റി അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുക. ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ ഓർമ്മയുണ്ടോ? അല്ല എങ്ങനെയായിരിക്കും ഡിവിഡൻഡ് പേ ചെയ്യുന്നത്? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് പേ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിന് ഇക്വിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇല്ല, അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റിഡീമബിൾ ആണ്, 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇറ്റ്സ് എൻ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ലൈക്ക് എൻ ഡെപ്റ്റ്. ഗോട്ട് ഇറ്റ്? ഇനി ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ്. കോമ്പൗണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ പറഞ്ഞു കൺവേർട്ടബിൾ ഡെപ്റ്റ് പോലെയുള്ളത്. ഈ കൺവേർട്ടബിൾ ഡെപ്റ്റുകൾക്ക് രണ്ട് ഏരിയാസ് ആണുള്ളത്. ഒന്ന് ഒരു കൺവേർട്ടബിൾ ഡെപ്റ്റ്. ഓക്കെ, ഈ കൺവേർട്ടബിൾ ഡെപ്റ്റിന് രണ്ട് ഏരിയാസ് ആണുള്ളത്. ഒന്നാമത്തെ ഏരിയ ഏതാ?
ഡെപ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ ഒരു ഇക്വിറ്റിക്കുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡെപ്റ്റ് ഉണ്ട്, ഇതിൽ ഇക്വിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം, രണ്ടായിട്ട് വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എസ് ഒ എഫ് പിയില് ലയബിലിറ്റി സൈഡില് ഡെപ്റ്റ് വേറെയും ഇക്വിറ്റി വേറെയും ആയിട്ട് നമ്മൾ കാണിക്കണം. പറയുന്നത് മനസ്സിലായോ? അതെങ്ങനെ കാണിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലിറ്റ് അക്കൗണ്ടിങ്. എന്താണ് ലയബിലിറ്റി? ലയബിലിറ്റിയിൽ എന്താണ് കാണിക്കുന്നത്? മെഷേർഡ് അറ്റ് ഇറ്റ്സ് ഫെയർ വാല്യൂ. എന്താണ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലയബിലിറ്റിയുടെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് discounted using the market rate of interest for non-convertible debt instruments. Okay, എങ്ങനെ? മാർക്കറ്റ് ഇൻട്രസ്റ്റ് ഓഫ് നോൺ കൺവേർട്ടബിൾ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ്. FM ഒക്കെ ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആണ് ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോൺ എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് ഇപ്പൊ കണ്ടുപിടിച്ച ലാബിലിറ്റി കുറയ്ക്കുക. എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. നിങ്ങളൊരു ലോൺ എടുത്തു, കൺവേർട്ടബിൾ ലോൺ ആണ്. നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾ എടുത്ത ലോൺ 5 lakh ആണ്. ഓക്കെ, ഇതിനെന്താക്കണം? ലയബിലിറ്റി ആക്കണം, ഇക്വിറ്റി ആക്കണം, ലയബിലിറ്റി ആക്കണം, ഇക്വിറ്റി ആക്കണം. സോ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് ആൻഡ് അതർ പേയ്മെന്റ്സിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 3,50,000 ആണെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 5 lakhൽ നിന്നും 3,50,000 കുറച്ചു കഴിഞ്ഞാൽ 1,50,000 ആയിരിക്കും. നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? So liability equal to initial value plus ഇതറിയാലോ, മാർക്കറ്റ് റേറ്റ് ഇൻട്രസ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യാറില്ല, റീമെഷർ ചെയ്യാറില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇവിടെ നമ്മളോട് ഡെപ്റ്റും ഇക്വിറ്റിയും അതുപോലെ തന്നെ ഓരോ കൊല്ലത്തെയും ഫിനാൻസ് ചാർജുമാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ കൺവേർട്ട് കോ ഇഷ്യൂസ് എ കൺവേർട്ടബിൾ ലോൺ ദാറ്റ് പേസ് എ ഇൻട്രസ്റ്റ് ഓഫ് 2% per annum. This is the nominal interest. The market rate is 8%. Market rate എത്രയാണ്? 8%. Being the interest rate for an equivalent debt without a conversion option. Without conversion option ഉള്ള ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 8%. The loan of 5 million is repayable in full after 3 years or convertible into equity. So discounting factors തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. Question number 5. സോ ഇത് കൺവേർട്ടബിൾ ലോൺ നോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുള്ളത്? ലയബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. സോ ലയബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ഇക്വിറ്റിയോ? ടോട്ടൽ കൺസിഡറേഷനിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ലയബിലിറ്റി കുറച്ചാൽ മതി. സോ അതിന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ലയബിലിറ്റി കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ ലയബിലിറ്റി. എങ്ങനെ ലയബിലിറ്റി കണ്ടുപിടിക്കും? പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. സോ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് വേണം. എത്ര കൊല്ലത്തെ ലോണാ? 2-3 കൊല്ലത്തെ ലോണാണ്. സോ എത്ര നമുക്ക് കിട്ടും? 2% per annum. ഓക്കെ, 2% per annum എന്ന് പറയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞേ മക്കളെ? 2% per annum എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞേ? എത്രയാണ് നമ്മളെടുത്ത ലോൺ എന്ന് പറയുന്നത്? എത്രയാ ലോണ്? That is 5 million. So 5,000 എടുക്കാം. 5,000 into 2%. That is 100. അപ്പോൾ ഫസ്റ്റ് ഇയർ 100 കിട്ടും, സെക്കൻഡ് ഇയർ 100 കിട്ടും, തേർഡ് ഇയർ 100 കിട്ടും. ഇപ്പം നിങ്ങൾ ലോൺ അല്ലെങ്കിൽ 100 കൊടുക്കണം, പ്ലസ് ലോൺ എടുത്ത ക്യാഷും തിരിച്ചു കൊടുക്കണ്ടേ? സോ 5,100 ആയിരിക്കും ലാസ്റ്റ് ഇയറിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? 5,100. സെറ്റ് ആണോ? പറഞ്ഞേ, സെറ്റ് ആണോ? ഓക്കെ, ഇനി ഇതിനെ എന്തിലോട്ടാക്കണം? പ്രസന്റ് വാല്യൂലോട്ടാക്കണം. എങ്ങനെ പ്രസന്റ് വാല്യൂലോട്ടാക്കും? ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ ഇക്വേഷൻ പറഞ്ഞുതരാം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് കണ്ടുപിടിക്കാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരിക, റേസ് ടു n. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ 8% ആണ്. 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല, 0.08 റേസ് ടു, ഇത് എത്രാമത്തെ കൊല്ലം? ഒന്നാമത്തെ കൊല്ലം അല്ലേ? അപ്പോൾ 1 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റേസ് ടു 1, 0.925.
സോ 857,753 ഇതാണ് ഇവിടുത്തെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ. അത് ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്ട്ലി, ചില സമയത്ത് തന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ 0.926, 0.857 and 793. So present value will be cash flow into discounting factor. ഓക്കെ ആണോ? then ഇതിന്റെ ടോട്ടൽ ആണ് ടോട്ടൽ ഓഫ് പ്രസന്റ് വാല്യൂ ആണ് എന്താന്ന് പറയുന്നത് ലാബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു സം ഓഫ് 4226 ആണ് നമ്മുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ലയബിലിറ്റി ലയബിലിറ്റി എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ഡെബിറ്റ് ഓക്കെ ഡെബിറ്റ് ക്യാഷ്. നമുക്ക് എത്ര ക്യാഷ് കിട്ടി? 5 മില്യൺ ക്യാഷ് കിട്ടി. അതില് 4226 നമ്മൾ എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യും? ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ ലയബിലിറ്റി ഇൻക്രീസസ് ക്രെഡിറ്റ് 422, ഞാൻ റൗണ്ട് ചെയ്യാം 4227. ഓക്കെ ആണോ? അപ്പോൾ ബാക്കി എമൗണ്ടോ? ബാക്കി എമൗണ്ട് ആണ് എങ്ങോട്ട് പോവുക? ഇക്വിറ്റിയിലോട്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺസിഡറേഷൻ ആൻഡ് ലയബിലിറ്റി. കൺസിഡറേഷൻ എത്രയാ? സോ ഞാനിവിടെ ഇക്വിറ്റിക്ക് കൂടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. ഇക്വിറ്റി എത്ര കൺസിഡറേഷൻ കിട്ടിയേ? 5000 അല്ലേ? 5000 മൈനസ് 4226, സോ 773. സോ 773 ആയിരിക്കും ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ ഇക്വിറ്റിയും കിട്ടി, ലയബിലിറ്റിയും കിട്ടി. അപ്പൊ ഡെപ്റ്റും കിട്ടി, അല്ലെങ്കിൽ ഡെപ്റ്റും കിട്ടി, ഇക്വിറ്റിയും കിട്ടി. അടുത്ത ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് ആക്ച്വലി. ഇനി രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദി ഫിനാൻസ് ചാർജ്. ഓരോ കൊല്ലത്തെയും ഫിനാൻസ് ചാർജ് കണ്ടുപിടിക്കണം. ഫിനാൻസ് ചാർജ് എന്തിനുണ്ടാവുക? ലയബിലിറ്റിക്കാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ അമോർട്ടൈസേഷൻ ടേബിൾ ഓർക്കുക. ഇനീഷ്യല്, എഫക്റ്റീവ് ഇൻട്രസ്റ്റ്, ആക്ച്വൽ ഇൻട്രസ്റ്റ്, ക്ലോസിംഗ് ബാലൻസ്. അത് ട്രൈ ചെയ്ത് നോക്കിയോ മക്കൾ? ആദ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ട്രൈ ചെയ്ത് നോക്കടോ. ട്രൈ ചെയ്ത് നോക്കിയോ? അടിപൊളി. സോ വീഡിയോ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ. സോ ഇനീഷ്യൽ എത്രയാണ് നമ്മളിപ്പോൾ റെക്കഗ്നൈസ് ചെയ്തേ? 4227. അതിന് പുറത്ത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് വേണം. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഇവിടെ എന്തെടുക്കാനാണ് പറഞ്ഞേ? നമ്മൾ ആ നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് റേറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് റേറ്റ് 4227 into പറഞ്ഞേ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 8%, റൈറ്റ്? യെസ്, 8%. എന്നിട്ട് ലെസ് ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ പെയ്ഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് അല്ലേ? സോ എത്രയാ? ഈക്വൽ ടു ഇൻട്രസ്റ്റ് പെയ്ഡ് എത്രയാ? 100, റൈറ്റ്? 100 ആണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. സോ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ. സോ ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? ഈക്വൽ ടു സം ഓഫ് 4465. സെക്കൻഡ് ഇയറിൽ ഇതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ഓൺ 8%. വെയിറ്റ് ഓക്കെ. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് ദാൻ ഇത് തന്നെ ആയിരിക്കും ഇവിടുത്തെയും ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. സോ ക്ലോസിംഗ് ബാലൻസ് എത്ര കൊല്ലത്തെ? 3 കൊല്ലത്തെ ലോൺ അല്ലായിരുന്നോ? 3 കൊല്ലത്തെ. സോ മൂന്നാമത്തെ കൊല്ലം again 472. അതിന്റെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ്, ആക്ച്വൽ ഇൻട്രസ്റ്റ് പെയ്ഡ്. സോ ബാലൻസ് എത്ര ഉണ്ടാവും? 5000 ഉണ്ടാവും. കസ്റ്റമർ എന്ത് ചെയ്യും? അവസാനത്തെ കൊല്ലം 5000 പേ ചെയ്യും, അല്ലെങ്കിൽ 5000ന് എന്ത് കൊടുക്കും? ഇക്വിറ്റി കൊടുക്കും. ക്ലിയർ ആണോ? സോ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ഫിനാൻസ് ചാർജ് ആണ് ചോദിച്ചത്. ഫിനാൻസ് ചാർജ് ഇതാണ് ഫിനാൻസ് ചാർജ്. ഓക്കെ. ഫസ്റ്റ് ഇയറിലെ ഫിനാൻസ് ചാർജ്, സെക്കൻഡ് ഇയറിലെ ഫിനാൻസ് ചാർജ്, തേർഡ് ഇയറിലെ. സോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക സെക്കൻഡ് ഇയറിലെ ഫിനാൻസ് ചാർജ് എത്രയാണെന്നായിരിക്കും. അപ്പോൾ ഏതാ കൊടുക്കുക? നിങ്ങൾ ഇതാ കൊടുക്കുക കേട്ടോ. ഗോട്ട് ഇറ്റ്? അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് മൊത്തം അറിഞ്ഞതിനാലാണ് നമുക്ക് ഇതിൽ ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ചോദിക്കുക സെക്കൻഡ് ഇയറിലെ. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺവേർട്ടബിൾ ചെയ്യുക. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഞാൻ കുറച്ച് തിയറിയും കൂടെ ഉള്ളൂ. അത് തീർന്നാൽ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് തീരും കേട്ടോ. ആൻസേഴ്സ് നമ്മുടെ നോട്ടിന്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിറ്റ് പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. സോ ഇതിപ്പോൾ ഇത്ര ടൈം ആയി, അധികം ടൈം ആയി കാണില്ലല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തിയറിയും കൂടെ ഇതിൽ തന്നെ കൺസിഡർ ചെയ്യാം. സോ എപ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ലാബിലിറ്റി ഡി റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഓക്കെ, ആദ്യം ഒരു ഫിനാൻഷ്യൽ അസറ്റ് എങ്ങനെയാണ് ഡി റെക്കഗ്നൈസ് ചെയ്യുക? എപ്പോഴാണ് ഫിനാൻഷ്യൽ അസറ്റ് ഡി റെക്കഗ്നൈസ് ചെയ്യുക? നിങ്ങൾ വാങ്ങിയ ഒരു എക്വിറ്റി,
അത് നിങ്ങൾ തിരിച്ചു വിറ്റു, അപ്പോൾ ഡീറെക്കഗ്നൈസ് ചെയ്തു. അതായത് കോൺട്രാക്ച്വൽ റൈറ്റ് എന്ത് ചെയ്യാണ്, എക്സ്പയർ ആയി, അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത്തരം സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെ ഡീറെക്കഗ്നൈസ് ചെയ്യുക, അസറ്റ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, ഡെബിറ്റ്, റെക്കഗ്നിഷൻ ഡെബിറ്റ്. എങ്ങനെ ഡീറെക്കഗ്നൈസ് ചെയ്യുക, അപ്പോൾ ക്രെഡിറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ദെൻ ചില സമയത്ത് ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് സംഭവിക്കും. അതായത് നമ്മൾ തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള ഇക്വിറ്റി വേറൊരാൾക്ക് കൊടുക്കും. ഓക്കെ. സോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും ഇക്വിറ്റി ഇരിക്കുന്നത്, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് തേർഡ് പാർട്ടിക്ക് കൊടുക്കും. എങ്ങനെ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ട്രാൻസ്ഫർ കോൺട്രാക്ച്വൽ റൈറ്റ് ടു തേർഡ് പാർട്ടി, കോൺട്രാക്ട് അങ്ങനെ തേർഡ് പാർട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കോൺട്രാക്ട് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യും, തേർഡ് പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കും. എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരാൾ ഷെയർ ട്രേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാഷ് തന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലാണ് ആ ക്യാഷ് കൊണ്ട് ഇക്വിറ്റി വാങ്ങിയിട്ടേക്കുന്നത്. അപ്പോൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്, പക്ഷേ ആ ഇക്വിറ്റിയിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ആ ലാഭം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ടാണ് തന്നെങ്കിൽ ഫ്രണ്ടിന് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഇത്. ഓക്കെ. അപ്പം ഫൈനാൻഷ്യൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്യണം. സോ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡീറെക്കഗ്നിഷൻ എങ്ങോട്ട് പോകും, SOPL പോകും. എങ്ങനെ ഡീറെക്കഗ്നിഷൻ ഉണ്ടാവുക, സോ നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു ഇക്വിറ്റി, അത് നിങ്ങൾ 1,50,000 രൂപയ്ക്ക് വിൽക്കുകയാണ്. സോ ക്യാരിയിങ് എമൗണ്ട് വിൽ ബി 1 ലക്ഷം. എത്ര രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന, 1,50,000, ദാറ്റ് ഈസ് കൺസിഡറേഷൻ റിസീവ്ഡ്. സോ 50,000 രൂപ എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അടുത്ത ഡീറെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ ലാബിലിറ്റി. ഫിനാൻഷ്യൽ ലാബിലിറ്റി അപ്പോൾ ഡീറെക്കഗ്നൈസ് ആവുക, ഒബ്ലിഗേഷൻ അവിടെ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ലീഗലി നമ്മൾ പാപ്പരായി, അപ്പോൾ നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല, അല്ല അങ്ങോട്ട് തന്നെ നമ്മൾ ലീഗലി അവിടുന്ന് റിലീസ്ഡ് ആയി ആ ലാബിലിറ്റിയിൽ നിന്നും. ഓക്കെ. ഇനി ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, റീനെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. ബാങ്കൊക്കെ ആയിട്ട് ലോണിന്റെ അമൗണ്ടുകളൊക്കെ റീനെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയ ഒരു ലോൺ പോലെ, അല്ലെങ്കിൽ അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയി. അതായത് നിങ്ങൾക്ക് ഓൾഡ് ലോൺ ഉണ്ട്, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പഴയ ലോൺ ഉണ്ട്. ഈ 5 ലക്ഷം രൂപയുടെ പഴയ ലോണ് ആദ്യം 5% നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കുമായിട്ട് വീണ്ടും റീനെഗോഷിയേറ്റ് ചെയ്തപ്പോൾ ബാങ്ക് 4% ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം, പഴയ 5 lakh നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക, ക്രെഡിറ്റ് ലോൺ 5 lakh നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, ഡെബിറ്റ് ലോൺ 5 lakh. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പുതിയത് റെക്കഗ്നൈസ് ചെയ്യണം, ക്രെഡിറ്റ് ലോൺ 4 lakh. Okay, so the liability is renegotiated with the original lender at a substantially different contractual terms. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇൻട്രസ്റ്റ് അങ്ങോട്ട് മാറിപ്പോയി അല്ലേ. സോ അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ ലയബിലിറ്റി വിൽ ബി ഡീറെക്കഗ്നൈസ്. പഴയത് എന്ത് ചെയ്യണം, ഡീറെക്കഗ്നൈസ് ചെയ്തിട്ട് പുതിയ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ. എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്തിട്ട് പിന്നെ ക്രെഡിറ്റ് ചെയ്യണം. സോ ഡിഫറൻസ് വിൽ ഗോ ടു SOPL, ഗെയിൻ ഓർ ലോസ് ഓൺ. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾ നോട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യണം. സോ ഇത് ജസ്റ്റ് തിയറിയാണ്. നോട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യൽ റെക്കഗ്നിഷൻ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ മെഷർമെന്റ് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ അമൗണ്ട് എത്രയാണ്, ഫെയർ വാല്യൂവിൽ എത്രയാണ് അമൗണ്ട് ചെയ്തത്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ഫെയർ വാല്യൂ ത്രൂ P&L കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ റെക്കഗ്നിഷൻ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ട്രേഡിങ്ങിനാണെങ്കിലാണല്ലോ ഫെയർ വാല്യൂ ത്രൂ P&L കാണിക്കുക. സോ ഹൗ യു അസ്യൂംഡ് ദാറ്റ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്തൊക്കെയാണ്, അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെഷർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ലാബിലിറ്റി, ഫിനാൻഷ്യൽ അസറ്റ്സ് മെഷർ ചെയ്ത ഫെയർ വാല്യൂ ത്രൂ OC, ഇതിനെ കുറിച്ച് പറയണം. അതുപോലെ തന്നെ ഗെയിൻ ആൻഡ് ലോസിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെ ഗെയിൻ ഓർ ലോസ് ആണ് ഉണ്ടാവുക, ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ പുറത്ത് ഗെയിൻ ഓർ ലോസ്, ഫിനാൻഷ്യൽ ലാബിലിറ്റീസിന്റെ പുറത്തുള്ള ഗെയിൻ ഓർ ലോസ്, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ത്രൂ OCന്റെ പുറത്തുള്ള ഗെയിൻ ഓർ ലോസ്, അതിന്റെ റീക്ലാസിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്. സോ അറിയാലോ, വാട്ട് ഈസ് അവർ പ്രോട്ടോകോൾ. സ്റ്റഡി ഹബ് വായിക്കുന്നു, സ്റ്റഡി ഹബിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ദെൻ കിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്തോളാം കേട്ടല്ലോ. ബൈ.